ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 15-ന് സമാപിക്കും. ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ജനുവരി 15-ന് യജ്ഞം സമാപിക്കും. പരബ്രഹ്മ ഓഡിറ്റോറിയത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ. നാമജപവും കഴിഞ്ഞ് ഇന്നത്തെ പകലിന്റെ രണ്ടാം വ്യാപത്തിൽ നമുക്ക് ഭാഗവത പാരായണം തുടങ്ങാം എന്ന് സൂചിപ്പിക്കും. നല്ലൊരു സദസ്സ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ന് രാവിലെ തന്നെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അടുത്ത താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വന്നാൽ തൊഴിൽ പോകുന്നവരാണ് അമ്പലത്തിൽ കൂടുതൽ അപ്പോൾ സ്ഥിരമായി ഇരിക്കാനും കുറച്ച് സമയമെങ്കിലും ഇരിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസം മാർഗശീർഷ മാസം ധനുമാസമാണ്. ധനുമാസം പൂർത്തീകരിക്കാൻ ഇനി 6 ദിവസങ്ങളാണ്. ലാലുക്കുട്ടൻ പോറ്റി, വയല അരവിന്ദൻ, വെട്ടിക്കോട് വിനോദ്, ചേർത്തല സുമേഷ് എന്നിവരാണ് യജ്ഞ പൗരാണികർ. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. ഉദ്ദേശം തന്നെ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടെങ്കിലും രാമായണം, മഹാഭാരതം ഒക്കെ പലതരത്തിലും വിഷ്ണു ഭഗവാനുള്ള എല്ലാ കാര്യങ്ങളെയും യജ്ഞശാലയിൽ എല്ലാ ദിവസവും പള്ളി ഉണർത്തൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥപൂജ, അർച്ചനകൾ, ഭാഗവത പാരായണം, പ്രഭാഷണം, പ്രസാദമൂട്ട്, ലളിതാ സഹസ്രനാമാർച്ചന, യജ്ഞശാലയിൽ ദീപാരാധന, ഭജന, പ്രഭാഷണം എന്നിവ നടക്കും. ജനുവരി 9-ന് പ്രധാന പൂജയായി വരാഹാവതാരവും, 10-ന് പ്രധാന പൂജയായി നരസിംഹ അവതാരവും, 11-ന് ശ്രീകൃഷ്ണ അവതാരവും, 12-ന് ഗോവിന്ദ പട്ടാഭിഷേകവും നടക്കും. 15-ന് അവഭൃത സ്നാന ഘോഷയാത്രയോടെ യജ്ഞത്തിന് സമാപനമാകും. ഈ സപ്താഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് സംവത്സരങ്ങൾക്കപ്പുറം ഈ പുണ്യഭൂമിയായ ഭാരതത്തിൽ ദ്വാപരയുഗത്തിൽ സംഭവിച്ച വിശ്വവിഖ്യാതമായ ചരിത്രത്തിന്റെ ഏടുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.